കഴിക്കണം. അലക്സേ, പാർട്ടിയുടെ കാര്യം ഇപ്പോൾ വലിയ കഷ്ടത്തിലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അലക്സ് തന്നെ മത്സരിക്കണം. അതാവുമ്പോൾ ജോൺ സാറിൻ്റെ ഒരു സെന്റിമെന്റ്സ് കൂടെ നമുക്ക് വോട്ടാക്കി മാറ്റാം. ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാനത് എത്ര നാളായിട്ട് പറയുവാ, ജോലി രാജിവെച്ചിട്ട് പൊളിറ്റിക്സിൽ ഫോക്കസ് ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് അതല്ലേ നല്ലത്. പക്ഷെ പറഞ്ഞ കേക്കണ്ടേ? എന്റെ സോഫി, നീ പറയുന്ന പോലെ അല്ല രാഷ്ട്രീയം. അമ്മാര് ചരിത്രം കാണിക്കുന്ന കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ ഈ ഫീൽഡിൽ. അലക്സേ, അതല്ല, ഞാനങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. മൊത്തത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ കഴിക്കും. സമയം ഉച്ചകൊണ്ട് സാറേ. ആ സൈമ, വാടാ കയറിയോടാ. അല്ല, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം സാറേ. വാടാ കഴിക്കടാ. അല്ല, ഞങ്ങൾ കഴിച്ചാ സാറ് വിളിക്കുന്നില്ല. കഴിച്ചെങ്കിൽ അങ്ങോട്ടിരുന്നു. കഴിക്കാൻ വിളിച്ചിട്ട് 2 പ്ലേറ്റ് പൊറോട്ടയും ബീഫും ഇപ്പം കയറ്റിട്ടല്ലേ ഉള്ളൂ. രാവിലെ അല്ലേ? നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ. നല്ല ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് ഫ്രൈ? ചിക്കൻ ഫ്രൈ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ചൈൽഡ് മിസ്സിംഗ് ഹിന്ദിയാണോ ഇംഗ്ലീഷാ? അലക്സേ, ഏതാ പിള്ളേർ? നമ്മുടെ വേണ്ടപ്പെട്ട പിള്ളേരാണോ? നീ നിന്റെ പരീക്ഷ പുഷ്കറി അങ്ങ് വിളമ്പി കൊടുത്തേ. അച്ഛൻ കഴിക്കിട്ട്. പുള്ളിയുടെ അപ്പൻ്റെ ഫോട്ടോയാ. സാറിനെ പോലെ തന്നെ ഉണ്ടല്ലേ? എന്റെ അപ്പൻ എന്നെ പോലെ തന്നെ ഇരിക്കുന്നല്ലടാ ബിജു. നല്ലത് അല്ല, എന്റെ അപ്പന് വേറെ ലുക്കാ. അതൊന്നും അന്വേഷിക്കണല്ലോ. സാറേ, കേക്ക് സാറുണ്ടാക്കിയാണോ? കഴിച്ചു നോക്ക്. വൈനൊന്നുമില്ലേ സാറേ? ഇടിച്ചൊരു വൈനിങ് എടുത്തേ. എന്താണ് കാര്യം? ഒരു കേസും അങ്ങോട്ട് വരത്തില്ലല്ലോ സാറേ. നമ്മുടെ മറ്റേ കട്ടൗട്ടിന്റെ കാര്യം. ഏത് കട്ടൗട്ട്? വിജയന്റെ കട്ടൗട്ട്. സാറേ, ഇത്തവണ ഭീമാവളി നൗഷാദ് വെക്കണേക്കാട്ടി 3 അടി പൊക്കം കൂടുതലുള്ള കട്ടൗട്ട് വെക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ സാറൊന്ന് സഹായിക്കണം. കട്ടൗട്ട് വെക്കുന്നത് ഞാൻ സഹായിക്കാനാണ്. സാർ ഒരു 15,000 രൂപ തന്നാ അതൊരു സഹായമാവല്ലോ. അയ്യോ, 15,000 രൂപയോ? 15,000 രൂപ ഇത്ര വലിയ വിഷയമാണോ സാറേ? ആ വിഷയമാണ്. 500,000 ഒക്കെ ചോദിക്കുന്ന പോലെയാണല്ലോടാ. 500,000 ഞങ്ങൾ വേറെ അടുത്തും പോയാൽ സാറിന്റെ അടുത്ത് വരുമോ? സത്യം പറഞ്ഞത് സത്യ. എന്ത് സാറേ? നിനക്കൊക്കെ പ്രാന്താന്ന്. സാറേ, എല്ലാവരും നല്ല സാറിങ്ങനെ പറയരുത്. ഞങ്ങൾ വിജയന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ സാറേ? സാറേ, ഈ കട്ടൗട്ടൊക്കെ വെച്ചൊന്ന് സ്റ്റാർ ആയാല് ഭൈരവ റിലീസ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഫോട്ടോഷൂട്ട് കിട്ടും. സാറേ, കഷ്ടമുണ്ട്. സാറൊന്ന് സഹായിക്കണം പ്ലീസ് സാറേ. മതിയായിരുന്നു മതി. 15,000 രൂപയുടെ കേസല്ലേ? നീ അതിന്റെ പേര് നിങ്ങളുടെ ജീവിതാഭിലാഷം നടക്കാണ്ടിരിക്കണ്ട. താങ്ക് യു സാർ. സാറുടെ മൊത്തത്തിൽ കഥറല്ല. സാർ സീരിയസ് അല്ല, മന്ത്രി ആകാൻ പോകണ. അങ്ങനെ ഒരു ആലോചനയുണ്ട്. സൂപ്പർ ആയിരിക്കും, മാസ്. സാറ് നിൽക്കണം. സാറ് നിന്നാൽ ഈ തിരുവനന്തപുരത്ത് വിജയണ്ണനെക്കാട്ടും വലിയ കട്ടൗട്ട് ഞങ്ങൾ സാറിന് വേണ്ടി വെക്കും. മതിരാ മതി, തള്ളിയത് മതി. ഇല്ല, ഓറാക്കണ്ട. അല്ലല്ല, 15,000 രൂപയുടെ കേസല്ലേ? തന്നേക്കാം. അതല്ല സാറേ, വൈൻ. എടിയാ, വൈൻ കൊണ്ടുവരുവോ? ആ പേഴ്സും കൂടി എടുത്തോ. എടുക്കുവാ. ഇത് അർജുന മുതലാളിയുടെ സ്ഥലമാ. പട്ടയം കോപ്പൊന്നുമില്ലാതെ ഇത്രയും കാലം നീയൊക്കെ ഇവിടെ ജീവിച്ചു. ഇറങ്ങിക്കൊള്ളണം എല്ലാരും ഒന്ന്. പട്ടയം ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുള്ള ആര്? എങ്ങോട്ട് പോകാനാ? 2 പെൺമക്കളെയും കൂട്ടി ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല. എന്ത് വന്നാലും ഈ മണ്ണ് ഞങ്ങൾ വിട്ടുതരില്ല. നിനക്കൊക്കെ കിടക്കാൻ സ്ഥലമില്ല. പോയി ചാവണം. വണ്ടി കയറ്റി പൊളിക്കണം. ഞങ്ങളുടെ നെഞ്ചത്തൂടെ കയറ്റി പൊളിക്കണം. എല്ലാരും അവിടെ കിടക്കി. സാറേ, ഇവരെ ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാറ് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് പണി കിട്ടും. എന്ത് പണി? ആ JCB എടുത്ത് അവരെ നെഞ്ചത്തോടെ കയറ്റിറങ്ങണ. ആ പോറും പോക്കൾക്ക് വേണ്ടി ആരോ ചോദിക്കാൻ വരാൻ എനിക്കത് കാണണം. എന്താണ് കളിക്കണേ? വണ്ടി എടുക്കണ. ആരുടെ ഇങ്ങനെ ഓട്ടോ ഇടിച്ച് മറിക്കണം.
ഞങ്ങളെ വിജയണ്ണന്റെ കാലടിക്കോടാ നീ. നീ നമ്മളെ വിജയനെ കാലൊടിക്കോ. നൗഷാദ് വെക്കുന്നതിനേക്കാൾ ഒരടിയെങ്കിലും പൊക്കം കൂടുതലുള്ള കട്ടൗട്ട് വെക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ വിശ്വസിക്കണ്ടാ, അറ്റിയുടെ പടത്തിൽ വയ്ക്കാം 10 അടി പൊക്കം കൂടുതലുള്ള കട്ടൗട്ട്. പാലഭിഷേകവും ഇല്ല, നാസിക് ഡോലും ഇല്ല. അണ്ണൻ്റെ കാല് ഒടിഞ്ഞു. നമുക്കിപ്പോ ഒരു കാല് പണിയിക്കാൻ പറ്റുമോ? ഇപ്പോഴാ ഇനി അതൊന്നും പറ്റത്തില്ലടാ. നിങ്ങൾ വിഷമിക്കാതെ, കട്ടൗട്ട് കുറച്ച് ചെറുതായി പോയെങ്കിലും അവനിട്ടിരിക്കുന്നതിനൊക്കെ വലിയ മാലയല്ലേ നമ്മൾ വിജയ് സാറിന് ഇട്ടിരിക്കുന്നത്. സിനിമ ഇപ്പൊ തുടങ്ങും ബാബാ. നമുക്ക് ജനഗണമന കഴിഞ്ഞ് കയറാടാ. രാജ്യസ്നേഹം വേണടാ, രാജ്യസ്നേഹം. നമുക്ക് പിന്നെ വിജയണ്ണന്റെ കാലോടിഞ്ഞിരിക്കാത്ത രാജ്യസ്നേഹം. നിങ്ങൾ കാത്തു കയറി ടിക്കറ്റ് എടാ, അതൊക്കെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നൗഷാദ് പിള്ളേരെന്ന് പറഞ്ഞാൽ മതി. ആടാ സൈമ, പട്ടക്കലപ്പ് പട്ടക്കലപ്പ്. ആഹാ, മാലയ്ക്ക് അത്യാവശ്യം നീളം കൊണ്ടുണ്ടല്ലോ. പക്ഷേ നൗഷാദിന്റെ കട്ടൗട്ടിനേക്കാൾ ഒരു 3-4 അടി പൊക്കം കുറവാണല്ലേ കട്ടൗട്ട്. പക്ഷെ വീതി കൂടല്ല. എങ്ങനെയുണ്ട് നൗഷാദിന്റെ വിജയാണ്? ഓ മാസ നൗഷാദ് എന്ത് ചെയ്താലും മാസാണല്ലോ. മാസ് നൗഷാദ് എന്ന പേര് മാറ്റിയാലെന്ന് വരെ ഒരു ആലോചനയുണ്ട്. മാസോ? നൗഷാദ് മാസ സൂര്യന്റെ പടമാണ്, ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. എന്നത് വേണ്ട, ബിയോബൽ നൗഷാദ് അത് മതി. അതിന് തന്നെ ഒരു പഞ്ചുള്ളൂ. എടാ സായ്മ, എസ് ഐ സത്തിന് ഓടിക്കോളിയാ. ഓടിക്കോ. അതിന് ഹ്യൂമാനെന്തിനും ഓടി? നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. നമുക്ക് വിജയ് സാറിന് ഒരു ജയ് വിളിച്ചാലോ? വിജയ് സാർ കീ ജയ് വിളിക്കടാ. വിജയ് അണ്ണൻ കീ ജയ്. വിജയ് നിന്റെ ഒരു വിജയ്. ഞാൻ വണ്ടി കയറടാ. നൗഷാദ് എന്ത് ചെയ്യും സാറേ? നൗഷാദ് എന്ത് ചെയ്യുന്നൊക്കെയുള്ള സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. നിന്നെ ഇനി പ്രത്യേകം വിളിക്കണോടാ. നീ ഒരു സ്ഥലം എസ് ചെയ്യാം. വണ്ടി കയറടാ. സാറേ ടിക്കറ്റ് പിള്ളേർക്ക് കൊടുക്കട്ടെ. നീ ഒരു പുല്ലും കൊടുക്കണ്ട. കൂളിംഗ് ഗ്ലാസ് കൊടുക്കണ്ട. അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് രാത്രി തള്ളാ സാറേ.